സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 24-നാണ് പണിമുടക്ക്. സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. കുടിശ്ശികയുള്ള ക്ഷാമബത്ത അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുന്നത്. തങ്ങളുടെ അവകാശങ്ങൾ ഒന്നാകെ പിണറായി സർക്കാർ കവർന്നെടുക്കുകയാണെന്നാണ് ജീവനക്കാരുടെ വിമർശനം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ദിവസേന കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ക്ഷാമബത്ത ലഭിച്ചിട്ട് 18% ക്ഷാമബത്ത കുടിശ്ശികയുള്ളത്. കഴിഞ്ഞ 2019 നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിലൂടെ നിരവധി ആനുകൂല്യങ്ങളാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് കവർന്നെടുത്തത്. കേന്ദ്ര നിരക്കിലുള്ള DA, സർവീസ് വെയിറ്റേജ്, 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം, CCA തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങളാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് കവർന്നെടുത്തിരിക്കുന്നത്. കാലാകാലങ്ങളായി അധ്യാപകരും ജീവനക്കാരും അനുഭവിക്കുന്ന അവകാശങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. 3 വർഷമായി ക്ഷാമബത്ത ലഭിച്ചിട്ടില്ല. 18% ക്ഷാമബത്ത കുടിശ്ശിക. വിലക്കയറ്റം തടയുക, മെഡിസിപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സെറ്റോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാർ നിഷേധാത്മക നിലപാട് തുടരുകയാണെങ്കിൽ സമരം ശക്തമാക്കാനാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും തീരുമാനം. ജനം, കോഴിക്കോട്.